അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാരൻറ്റിംഗ് ആണ്. പാരൻറ്റിംഗ് എഡ്യൂക്കേഷൻ. പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ പാരൻറ്റിങ്ങിൽ ഒരു പാരൻറ്റിന് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കറിയാം, അവർ നിർബന്ധം കാണിക്കും, വാശി കാണിക്കും. അപ്പോൾ അവർ ഈ നിർബന്ധം കാണിക്കുമ്പോഴും വാശി കാണിക്കുമ്പോഴും പാരൻറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ക്ഷമയോടുകൂടി അത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ് തന്നെയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കുഞ്ഞും ഡിഫറെൻ്റാണ്. ഒരിക്കലും ഒരു കുഞ്ഞിനെ പോലെയല്ല മറ്റൊരു കുഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മുടെ കാര്യത്തിൽ തന്നെ എടുത്താൽ തന്നെയും നമ്മുടെ ഇഷ്ടങ്ങളല്ലല്ലോ ഒരിക്കലും മറ്റൊരാളുടെ ഇഷ്ടം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഓരോ ചെറിയ കാര്യങ്ങൾക്കും വ്യത്യസ്തതകളുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ആ ഒരു വ്യത്യസ്തത നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അവരെ നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ ഓരോ പെരുമാറ്റവും, അവൻ്റെ ചേഷ്ടകളായിരിക്കട്ടെ, അവൻ ഓരോ കാര്യത്തിലും എങ്ങനെയാണ് ഇടപഴകുന്നത്, എങ്ങനെയാണ് അവൻ ഡീൽ ചെയ്യുന്നത്, അവൻ്റെ ഇമോഷണൽ തലം എല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. പിന്നെ ഈ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. ശരിക്കും ഒബ്സർവേഷനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞ് എന്താണ് എന്ന് നമുക്ക് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ അവനോട് കൂടുതലായിട്ട് ചോദിച്ച് അവൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നിന്നാൽ എന്താ പറ്റുക? അവന് തോന്നും നമ്മൾ അവനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ അവന് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭാവിയിൽ അത് ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ആയിട്ട് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും അവനെ നല്ല രീതിയിൽ അവനാണെങ്കിലും അവളാണെങ്കിലും, പെൺകുഞ്ഞാണെങ്കിലും ശരി ആൺകുഞ്ഞാണെങ്കിലും ശരി, നമ്മൾ ശരിയായ രീതിയിൽ അവരെ ഒബ്സർവ് ചെയ്യുക. അവർ എങ്ങനെയാണ്, അവർക്കൊരു ചെറിയൊരു വിഷമം വരുമ്പോൾ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു പരിധി വരെയെങ്കിലും നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ. കുഞ്ഞുങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ശരിയാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ ഇന്നത്തെ കാലത്ത് പാരൻസ് കിടന്ന് കഷ്ടപ്പെടുവാണ്. ഇപ്പോൾ അച്ഛനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി ഭയങ്കര അധികം കുഞ്ഞിനെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുമായിരിക്കും. ആ കഷ്ടപ്പാടിനിടയിൽ നമ്മൾ നമ്മുടെ കാര്യവും മറക്കാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഒക്കെ നമുക്ക് സമയം കിട്ടാതെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടൈമെങ്കിലും, അതായത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമുക്ക് കുഞ്ഞിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ മാറ്റി വയ്ക്കണം. അത് എത്ര തിരക്കാണെങ്കിലും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ അവൻ്റെ വിശേഷമായിക്കോട്ടെ, അവൻ്റെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് ചോദിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കണം. അവൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ള ആൾക്കാരാണ്, സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ കാര്യം, അവൻ്റെ ഒരു ദിവസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അന്വേഷിച്ച് അറിയാൻ സാധിക്കണം. അപ്പോൾ അതിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കുഞ്ഞുമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അവൻ്റെ സുഹൃത്തുക്കളെ പറ്റി എല്ലാം തന്നെ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ അവൻ എങ്ങനെയാണ് അവൻ്റെ ഒരു ദിവസം പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ വളരെ ചെറുതിലെ തന്നെ സാധനങ്ങൾ ഷെയർ ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാനും നമ്മൾ സമ്മതിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസാണ് കാണുന്നത്. ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ കുഞ്ഞുങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കോവിഡ് കാലത്ത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ മാക്സിമം സോഷ്യലൈസ് ചെയ്ത് വേണം നമ്മൾ വളർത്താൻ. മറ്റുള്ളവരെ കണ്ടും കൂട്ടുകാരുമായിട്ട് കളിച്ചും ഒക്കെ അവരെ ഇടപെട്ട് വളരണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇൻട്രോവേർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം വെച്ചാൽ അവരുടെ ലോകത്തിൽ ഒതുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വലുതാവുമ്പോഴത്തേക്ക് അവർക്ക് സ്റ്റേജ് ഫിയർ, പിന്നെ എന്തെങ്കിലും കാര്യത്തിന് ഒരു ഫാമിലിയിൽ തന്നെയുള്ള ഒരു എന്തെങ്കിലും
ചടങ്ങുകളോ ഫങ്ഷൻസോ വല്ലതും വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് പങ്കെടുക്കാനൊക്കെ അവർ ബുദ്ധിമുട്ട് ഫ്യൂച്ചറിൽ കാണിച്ചു എന്ന് വരാം. അപ്പോൾ കഴിവതും കുഞ്ഞുങ്ങളെ സോഷ്യലൈസ് ചെയ്ത് വളർത്തുക. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പാർക്കിലൊക്കെ കൊണ്ടുപോവുക, അവരുടെ കൂട്ടുകാരുടെ വീട്ടിൽ, അവിടെയൊക്കെ നമ്മൾ സേഫ്റ്റിയും കൂടെ 100% നമ്മൾ സേഫ്റ്റിയും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. പക്ഷേ ഈ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നത് ഒരിക്കലും കുഞ്ഞിൽ ഒരു സ്ട്രെസ്സ് വരുത്തിക്കൊണ്ടാവരുത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചെയ്യാമെന്ന് വെച്ചാൽ കുഞ്ഞിനെ പിടിച്ചിരുത്തി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും, അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ, അവരെങ്ങനെ ഇവരെങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ്, നമുക്ക് കുഞ്ഞിൻ്റെ സുരക്ഷയെ പറ്റിയുള്ള നമ്മുടെ സ്ട്രെസ്സ് ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ കഴിവതും അറിയിക്കരുത്. നമ്മളത് അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് അവർക്കൊരു കെട്ടിയിട്ട അല്ലെങ്കിൽ ഒരു സഫോക്കേറ്റഡ് ഫീലിംഗ് അവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പാരൻസ് എന്നുള്ള നിലയിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക, അല്ലാതെ അവർക്ക് കൂടുതൽ സ്ട്രെയിൻ നമ്മൾ കൊടുക്കരുത്. മാത്രമല്ല നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, അത് നമുക്കറിയാമല്ലോ. നമുക്കെല്ലാവർക്കും നല്ലതും ചീത്തയുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ കഴിവതും അത് കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കുകയേ ചെയ്യരുത്. അവരുടെ കുറവുകളാവട്ടെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളാവട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കുഞ്ഞുങ്ങൾക്ക് രണ്ടാമത് പല്ലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് അയ്യോ പല്ല് വല്ലാണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അങ്ങനെ ആ പല്ലിനെ പറ്റി നമ്മൾ കൺസേൺ ആയിട്ട് അവരുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഫ്യൂച്ചറിൽ കുഞ്ഞ് മനസ്സ് തുറന്ന് ചിരിക്കാൻ ഭയക്കും. കുഞ്ഞ് ഭയങ്കരമായിട്ട് മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യോ എന്നൊരു ഫിയറിലായിരിക്കും അവർ പിന്നെ ജീവിക്കുക. അപ്പോൾ കഴിവതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ കുത്തിവെക്കാൻ പാടില്ല. അഥവാ പാരൻസിന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുതിലെ തന്നെ ചെറിയ രീതിയിൽ എക്സസൈസുകളും, അതായത് ബോഡി എക്സസൈസുകളും അതുപോലെ ബ്രീത്തിങ് എക്സസൈസുകളും അവരെ പരിശീലിപ്പിക്കുക. അവരുടെ മാനസികാരോഗ്യത്തിന് അതൊരു പരിധിവരെ അവരെ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പാരൻസ് കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്ന് വളരുന്ന മിക്ക കുഞ്ഞുങ്ങളും ഹൈപ്പർ ആക്റ്റീവാണ്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പാരൻസിന് കൺട്രോൾ പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഹൈപ്പർ ആക്ടിവിറ്റി നീങ്ങിപ്പോകുന്നത്. അപ്പം നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് വാശി കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനോട് ദേഷ്യം കാണിക്കുകയല്ല വേണ്ടുന്നത്, അല്ലെങ്കിൽ നിനക്കത് തരില്ല, നിനക്കത് വേണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനോട് ദേഷ്യപ്പെടാതെ പറ്റുമെങ്കിൽ അവൻ്റെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും സാധനം കൊടുക്കുകയോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവന് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ചില ടാക്ടിക്സുകൾ ഉപയോഗിച്ച് അവനെ ഒന്ന് ശാന്തപ്പെടുത്താൻ ശ്രമിക്കുക. ഒരിക്കലും കുഞ്ഞുങ്ങളെ അവരുടെ വാശി കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മളിപ്പോൾ അവരോട് തരില്ല എന്ന് പറയുമോ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്യുക? ഇപ്പം എന്തിനധികം കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ കാര്യം തന്നെ ഇരിക്കട്ടെ, നമ്മളോട് ഒരാൾ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ചെയ്യണ്ട പറയണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം, നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യമായിരിക്കുമോ വരുന്നത്, അതോ സ്നേഹമായിരിക്കുമോ? ദേഷ്യമായിരിക്കില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും സംഭവിക്കുന്നത്. പാരൻസ് കുഞ്ഞുങ്ങളെ ഒരു കാര്യത്തിൽ നിന്ന് എതിർത്ത് നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ വാശി കൂടത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ പതിയെ ആ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മാറ്റിക്കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഫോണിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട്, അതായത് ടെക്നോളജി ആസ്പെക്റ്റിൽ ഭയങ്കര ഉപയോഗം അമിതമായിട്ട് കൂടുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ സോഷ്യൽ സ്കിൽസിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ടൈം ഫോണും കാർട്ടൂണും ഒന്നും അവരെ ഇട്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് നിർബന്ധം പിടിക്കാതിരിക്കാനാണ് അമ്മമാർ കൂടുതലും. നിവർത്തികേട് കൊണ്ടാണ്, അവർക്ക് ഇഷ്ടത്തോടു കൂടിയല്ല പല പാരൻസും ഈ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുക്കുന്ന ഗതികേട് കൊണ്ടാണ്, അതറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഒറ്റയടിക്ക് നിർത്താനൊന്നും പറ്റില്ല. കഴിയുമെങ്കിൽ അതിൻ്റെ ടൈം കുറച്ച് കൊണ്ടുവരിക. ഒരു ദിവസം കുഞ്ഞിനെ ഒരു 4 മണിക്കൂർ കാർട്ടൂൺ കാണിക്കുമെങ്കിൽ അതിൻ്റെ സമയം 2 മണിക്കൂറായിട്ട് ചുരുക്കുക. പതുക്കെ അതിനെ 1 മണിക്കൂർ പിന്നെ അരമണിക്കൂറായിട്ട് ചുരുക്കി കൊണ്ടുവരിക. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടാലൻസ് തോന്നുകയാണെങ്കിൽ അതിനെ മാക്സിമം നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുക. അവർക്ക് ഇൻസ്ട്രുമെൻസോ അവർക്ക് ഡാൻസ് പാട്ട് അങ്ങനെ എന്തിനോടെങ്കിലുമൊക്കെ താല്പര്യം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് അവരെ വിടുക.